നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മഹാപ്രളയത്തിൽ നിന്നും നോഹയും കുടുംബവും എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും ഭൂമിയിൽ ഒരു പുതിയ തുടക്കം എങ്ങനെ ഉണ്ടായി എന്നും നമ്മൾ കണ്ടു. പ്രളയത്തിന് ശേഷം നോഹയുടെ മക്കളിലൂടെ ഭൂമിയിൽ മനുഷ്യർ വീണ്ടും പെരുകുവാൻ തുടങ്ങി. അക്കാലത്ത് ലോകത്തൊരൊറ്റ ജനവിഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കെല്ലാവർക്കും ഒരേ ഭാഷയും ഒരേ വാക്കുകളും ഒരേ രീതികളുമായിരുന്നു. പരസ്പരം സംസാരിക്കുവാൻ അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത മുളപൊട്ടി. ആ ചിന്ത അവരെ എവിടെ കൊണ്ടെത്തിച്ചു? മനുഷ്യർക്ക് എങ്ങനെയാണ് പലവിധ ഭാഷകളുണ്ടായത്? ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മനുഷ്യർ കിഴക്ക് നിന്ന് യാത്ര ചെയ്ത് സീനാർ എന്ന ഒരു വലിയ സമതലത്തിൽ എത്തിച്ചേർന്നു. അവർ അവിടെ താമസമുറപ്പിച്ചു. ഒരുമിച്ച് ജീവിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം തോന്നി. അവർ പരസ്പരം പറഞ്ഞു, വരൂ, നമുക്ക് ഇഷ്ടികകൾ ഉണ്ടാക്കി തീയിൽ ചുടാം. കല്ലുകൾക്ക് പകരം ഇഷ്ടികയും സിമൻറ്റിന് പകരം കളിമണ്ണും ഉപയോഗിച്ച് അവർ നിർമ്മാണം ആരംഭിച്ചു. അവരുടെ ആഗ്രഹം അതുകൊണ്ടും തീർന്നില്ല. അവർ പറഞ്ഞു, വരൂ, നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഒരു നഗരവും പണിയാം. നമ്മുടെ പേര് ലോകമെങ്ങും പ്രശസ്തമാകട്ടെ. നമ്മൾ ഭൂമിയിലെങ്ങും ചിതറിപ്പോകാതിരിക്കാൻ ഇതൊരു അടയാളമായിരിക്കട്ടെ. അതേ കൂട്ടുകാരെ, ദൈവത്തേക്കാൾ വലിയവരാകണം എന്നൊരു അഹങ്കാരം മനുഷ്യൻ്റെ മനസ്സിൽ അറിവില്ലായ്മ കൊണ്ട് ജനിക്കുകയായിരുന്നു. അവർ രാപ്പകൽ അധ്വാനിച്ച് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ആ ഗോപുരം കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരുന്നു. മനുഷ്യർ നിർമ്മിക്കുന്ന ഗോപുരവും നഗരവും കാണാൻ ദൈവം ഇറങ്ങി വന്നു. ദൈവം ചിന്തിച്ചു, ഇവർ ഒരൊറ്റ ജനമാണ്. ഇവർക്കെല്ലാവർക്കും ഒരേ ഭാഷയുമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഇവർക്ക് തുനിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ പോയാൽ അവർ വിചാരിക്കുന്നതൊക്കെയും അവർ ചെയ്യും. അങ്ങനെ ദൈവം അവരുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ ഒരു ഭാഷയെ ദൈവം മാറ്റിമറിച്ചു. അവർക്ക് പരസ്പരം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതായി. ഒരാൾ കല്ല് ചോദിക്കുമ്പോൾ മറ്റേയാൾ വെള്ളം കൊടുക്കുന്നു. പരസ്പരം ആശയവിനിമയം നടത്തുവാൻ കഴിയാതെ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലായി. പരസ്പരം ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് ഗോപുരത്തിൻ്റെ നിർമ്മാണം അവിടെ വെച്ച് തടസ്സപ്പെട്ടു. ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരേ ഗ്രൂപ്പായി മാറി. അങ്ങനെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചിരുന്ന മനുഷ്യർ വിവിധ ഭാഷകളുമായി ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകാൻ തുടങ്ങി. ദൈവം അവിടെ വെച്ച് മനുഷ്യരുടെ ഭാഷ കലക്കിക്കളഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരിട്ടു. ബാബേൽ എന്നാൽ കലക്കിക്കളയുക എന്നാണ് അർത്ഥം. കൂട്ടുകാരെ, ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഒത്തൊരുമയോടെ നിന്നാൽ മനുഷ്യന് ഏതൊരു വലിയ കാര്യവും സാധ്യമാകും. എന്നാൽ ആ ഒത്തൊരുമയ്ക്ക് പിന്നിൽ അഹങ്കാരവും ദൈവത്തേക്കാൾ വലിയവനാകണം എന്ന ചിന്തയും വന്നാൽ അത് തകർച്ചയിലാണ് അവസാനിക്കുക. ഇന്ന് ലോകത്തിൽ കാണുന്ന പലവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഉത്ഭവം ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.